ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു പഞ്ഞിയപ്പത്തിൻ്റെതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ അത്. ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുന്ന ആ ഒരു പച്ചരിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെറും 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് മതിയാകും. അപ്പോൾ 2 കപ്പ് അരിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് മതി കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കുതിർക്കാനിടുന്ന ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയിട്ട് തന്നെ കുതിർക്കാനിടുക. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലിയുടെയും ദോശയുടെയും പോലെ അത്ര കട്ടിയുള്ള മാവല്ല, ലൂസായിട്ടുള്ള മാവാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ പകുതിയോളം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. അത് ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി അടുത്ത ബാച്ച് അരക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള അരിയും കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ബാക്കിയുള്ള ആ ഒരു 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് ചോറ് മതിയിട്ട് ആകെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല പുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ദോശമാവിലേറെ കുറച്ചൊന്ന് ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു മാവുള്ളത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കരുത്. ഈ ഒരു പരുവത്തിൽ വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ രണ്ടാമത് അരച്ചെടുത്തിലേക്കാണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അതിപ്പോൾ കുറച്ചൊരു ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുവറ്റി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാകത്തൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ രാത്രിയൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വൈകുന്നേരത്തിന് വേണ്ടി തയ്യാറാക്കുകയാണെങ്കിൽ രാവിലേക്ക് അരച്ച് വെച്ചാൽ മതിയാവും. ഇത് കണ്ടു നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മാവ് ഇതുപോലെ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ ഒരു പലഹാരം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ, നല്ല ഫോഴ്സിൽ മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കേണ്ടത് ഇതുപോലെ ചെറിയ ഒരു ബൗൾസിലാണ്. അപ്പോൾ ഈ ഒരു ബൗൾസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെറിയ ബൗൾസൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റീലിൻ്റെ, അതിലൊക്കെ ചുട്ടെടുക്കാം. ലൂസായിട്ടുള്ളൊരു മാവാണ് ഇതുപോലെ പതഞ്ഞു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പകുതി ഭാഗം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ പോരട്ടോ, നന്നായിട്ട് തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സന്നാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ചെറിയൊരു ചൂടുണ്ട്. ഞാനിവിടെ സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെയാണ് എടുക്കുന്നത്. ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഒരു തവണ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ 2 ബാച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ എന്ത് നല്ല സോഫ്റ്റ് ആണ്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്